കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ആശ ബിനീഷ്. ഞാൻ അതുല്യ. ഇന്ന് നിങ്ങൾ വന്നിരിക്കുന്നത് എന്താണെന്നറിയാമോ? പ്രത്യേകിച്ച് ഒരുപാട് പേര് നമ്മുടെ PSC ആസ്പിരൻസ് നമ്മുടെ ചാനലിലുണ്ട്. അതോടൊപ്പം തന്നെ ക്വാളിഫയിങ് എക്സാംസ് ക്ലിയർ ചെയ്യാനുള്ള ആൾക്കാർ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ എല്ലാവരുടെയും മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ജോലിയാണ്, അല്ലെ? അപ്പൊ ആ ജോലി നേടുക എന്നുള്ളതാണ്. സ്വകാര്യ മേഖലയിലും എങ്ങനെ ജോലി നേടാം, സ്വകാര്യ മേഖലയിലെ ചാൻസുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇനി നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. അപ്പൊ അങ്ങനെ പഠിക്കാൻ പറ്റിയ ഏതൊക്കെ കോഴ്സുകളുണ്ട്, എന്തൊക്കെ ആ കോഴ്സ് പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെ? പലർക്കും അറിയില്ല. ഒരു പേരുകൾ കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഈ എന്താ കോഴ്സുകൾ ഉണ്ട് അറിയാൻ പറ്റുമായിരിക്കും. പക്ഷെ അതിലേക്ക് എത്തിപ്പെടാൻ എങ്ങനെയാണ് എന്ന് അതിന് പറ്റുമോ, കരിയർ ഗ്യാപ്പ് വന്നവരുണ്ടായിരിക്കാം, ഒക്കെ ഉണ്ടാകാം. ഇപ്പൊ നിങ്ങളിൽ പലരും ഇപ്പോൾ PSC എക്സാംസും അതോടൊപ്പം തന്നെ മറ്റുള്ള എക്സാംസും ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം. അതിനോടൊപ്പം തന്നെ ഒരു വരുമാനം എന്ന നിലയിലൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ മിക്ക കോഴ്സുകളുമാണ് ഞങ്ങളിവിടെ പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഒരു നല്ല ഒരു എന്താ പറയുക, അവർക്കൊരു തീർച്ചയായിട്ടും നല്ലൊരു ഇൻഫർമേഷൻ ആയിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഏതാണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. എല്ലാവരും കേട്ടൊരു പരിചയം ഉണ്ടാവും, അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ടാണെങ്കിലും കേട്ടൊരു പരിചയമുള്ള ഒരു കോഴ്സ് ആയിരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മിസ് പറയുകയാണെങ്കിൽ ഈ കോഴ്സ് ചൂസ് ചെയ്യാൻ, ഒരു ഉദ്യോഗാർത്ഥി ചൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ കരിയർ ഗ്യാപ്പ് ഉള്ള ഒരാൾ ചൂസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്, എന്തൊക്കെയായിരിക്കും? നമുക്കറിയാം ഇപ്പൊ എന്ന് പറയുന്നത് ഈ 2023 കൂടി എന്താണ്, ഫുൾ ഓൺലൈൻ ആണ്, അല്ലെ? അപ്പൊ നമ്മുടെ മാർക്കറ്റിംഗും ഓൺലൈൻ വഴി തന്നെയാണ് ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെ മാർക്കറ്റിംഗ് ഡിജിറ്റൽ ഡിവൈസസ് യൂസ് ചെയ്ത് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിനൊരു മിസ് പറഞ്ഞ പോയിന്റ് ഇത്രയാണ്, അതായത് ഈ കോഴ്സിന് ഇപ്പോൾ ഒരു റെലവൻസ് ഉണ്ട്. തീർച്ചയായിട്ടും കൊറോണയ്ക്ക് ശേഷമൊക്കെ ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കൂടുതലാണ്. ചെറിയ ബിസിനസ്സുകാർ പോലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ കോഴ്സ് പഠിച്ചെടുക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. ഒരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനൊരു കോഴ്സ് ആസ് എ ഫ്രഷർ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നീട് അടുത്തത് ക്വാളിഫിക്കേഷനെ പറ്റി പറയാം, അതൊരു അഡ്വാൻറ്റേജ് അല്ലേ? തീർച്ചയായും. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മിനിമം +2 ഉള്ള ആൾക്കാർക്ക് പോലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. കാരണം ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഒരുപാട് തിയറി പഠിക്കുക, അല്ലെങ്കിൽ എനിക്ക് കാണാപ്പാഠം പഠിക്കുക, അങ്ങനെയൊന്നല്ല. നമ്മൾ എന്താണ്, എങ്ങനെ ചെയ്യാം, എങ്ങനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ 3 പോയിന്റ്സ് പറഞ്ഞു. ഇനി 4ാമത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെന്താണ്, ഇതിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് മികച്ച സാലറി പാക്കേജ് ആദ്യം മുതൽ തന്നെ ലഭിക്കുന്നുണ്ട്, അല്ലേ? 15 to 20 ഒക്കെ ലഭിക്കുന്ന ഒരു ജോലി എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇപ്പൊ. അതെ. അപ്പൊ അതായത് നമുക്ക് ഒരു സ്റ്റാർട്ട് ആയിരിക്കുമ്പോൾ തന്നെ ഒരു 15,000 തൊട്ട് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് പ്രൊഫൈലാണ് ഈ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇനിയിപ്പം ഒരു ജോലിക്ക് പോവാതെ നമുക്ക് വീട്ടിലിരുന്ന് പോലും സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ്, അതായത് വർക്ക് ഫ്രം ഹോം ഓപ്റ്റ് ചെയ്യാൻ മിക്ക കമ്പനീസും ഇപ്പൊ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അത് ഓപ്റ്റ് ചെയ്ത് അവർക്കൊരു കൃത്യമായ വർക്ക് പ്ലാൻ ഒക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് മാത്രം ജോലി ചെയ്യാൻ പറ്റിയ ഒരു ജോലി സാധ്യതയുള്ള മേഖലയാണ്. അതുപോലെ നമുക്ക് ഫ്രീലാൻസ് വർക്കുകൾ എടുക്കാൻ സാധിക്കും. ഇപ്പൊ ഒരു ആള് വീട്ടിലിരുന്നാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാരുടെ അടുത്ത് തന്നെ നമുക്ക് വർക്കുകൾ കിട്ടും. കാരണം ബിസിനസ്സുകാർ ഉണ്ടാവുമല്ലോ എന്തായാലും പോലെ. ചെറുതും വലുതുമായ എല്ലാ കടകളും ഷോപ്പുകൾ തുടങ്ങി മികച്ച വലിയ ബിസിനസ് കോർപ്പറേറ്റ്സ് വരെ ഈ മേഖലയിൽ വളരെയധികം ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾക്ക് മികച്ച എന്താ ഉള്ളത് ഉള്ളത്. അപ്പൊ നമ്മൾ എന്തൊക്കെ അഡ്വാൻറ്റേജ് പറഞ്ഞു മിസ്, അല്ലേ? +2 ക്വാളിഫിക്കേഷൻ മതി, കരിയർ ഗ്യാപ്പ് ഒരു പ്രശ്നമല്ല, പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാം. വളരെ 3 മാസം മാക്സിമം ഒരു 3 മാസം കൊണ്ട് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ അഡ്വാൻറ്റേജ് ഒക്കെ മനസ്സിലായി. ഈ നമുക്ക് കോമൺ ആൾക്കാർക്ക് അറിയാനുള്ള കാര്യങ്ങൾ ഉണ്ടാവത്തില്ലേ? ഇപ്പം അതുല്യ മിസ് എന്ന് പറഞ്ഞ മിസ് ഈ മേഖലയിൽ ഏകദേശം 6 വർഷത്തോളമായി ഞാൻ ഈ മേഖലയിൽ നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിനെ കാണുന്നതാണ്. പണ്ടത്തേനെക്കാട്ടും ഞാൻ അന്നൊക്കെ വർക്ക് ചെയ്തതിനേക്കാളും ഇപ്പം അത്രയും ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത്. കാരണം ഒരാൾ പോലും വെറുതെ ഇരിക്കുന്നില്ല. അവരെല്ലാവരും എന്താണ്, ബിസിനസ് സ്റ്റുഡൻസ് ഒക്കെ ഒരുപാട് പേര് പ്ലേസ്ഡ് ആയിട്ടില്ലേ? തീർച്ചയായും ഒരുപാട് പേര് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. നമുക്ക് പറഞ്ഞു കൊടുക്കാനും അവരെന്നെ നമ്മളെ വിളിക്കും, മിസ് ഞാൻ ഇന്ന രീതിയിലെത്തി. കാരണം പെട്ടെന്ന് ഹയർ പൊസിഷനിലേക്ക് അവർക്ക് എത്താനും സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമുക്ക് ഇനി ചോദിക്കേണ്ട ചോദ്യങ്ങളോട് പറയാം. മിസ്, എനിക്ക് അറിയേണ്ടത്, ഇപ്പൊ മിസ് പറയും +2 ക്വാളിഫിക്കേഷൻ മതി, പക്ഷെ അപ്പൊ അവിടെ ഒരു കമ്പ്യൂട്ടർ അറിയണം എന്നൊരു ഇതുണ്ടോ? ഒന്നുമില്ല. നമുക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ അറിയാത്ത ആരും ഇപ്പൊ ഉണ്ടാവില്ല, അല്ലെ?
ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ അറിയുന്ന ആർക്കും പഠിക്കാൻ പറ്റുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സാധാരണ ഡിജിറ്റൽ എന്നൊരു വേർഡ് കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഉദ്ദേശിക്കും അയ്യോ അവിടെ കോഡിങ് പോലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ വേണോ? അതൊന്നുമില്ല കേട്ടോ. ഇതിന് മൊബൈൽ ഉപയോഗിക്കാൻ അറിയാവുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമുകളെ പറ്റി പറയാൻ നിങ്ങൾക്ക് ചിലപ്പം ആ ഐഡിയ ക്ലിയർ ആകും. ഇവിടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഗൂഗിള്, സോഷ്യൽ SEO അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഇതുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. ഇപ്പൊ കോമൺ മാൻ അറിയാവുന്ന കാര്യത്തിന്റെ ബാക്ക് എൻഡ് പഠിപ്പിക്കുക എന്നുള്ളതാണ് ആ കോഴ്സ് കൊണ്ട് ചെയ്യുന്നത്. ഈ മിസ് പറഞ്ഞ പോലെ ഇപ്പൊ കോഡിംഗ് ഒന്നും അറിയണ്ട, പക്ഷെ നമുക്ക് ഒരു IT ജോലി കിട്ടും. നമുക്കൊരു IT കമ്പനി, അത് നമ്മളൊരു സ്വപ്നമായിരിക്കും ചിലപ്പോൾ അല്ലെ. ഇപ്പം പറഞ്ഞാൽ ഒരു IT കമ്പനിയിൽ അവരൊക്കെ IT കമ്പനിയിൽ ജോലി, പക്ഷെ നമുക്ക് ഈ IT കോഡിംഗ് ഒന്നും അറിയാതെ തന്നെ നമുക്ക് IT മേഖലയിൽ ജോലി കിട്ടാൻ സാധിക്കുന്ന ഒരു കോഴ്സാണ് ഈ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പിന്നെ അപ്പം വീട്ടമ്മമാർക്ക് പഠിക്കണം. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടുതലായിട്ടും ആൾക്കാരുടെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് കൂടുതലും ലേഡീസ് ആണ് വരുന്നത്. അതിൽ തന്നെ ഏകദേശം PSC എക്സാംസിന് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പ്രൈവറ്റ് മേഖലകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ടാകും. കാരണം കുറച്ച് തവണ എക്സാംസ് എഴുതി ക്ലിയർ ചെയ്തില്ല, ഇനി എന്താണ് ഓപ്ഷൻ, ഏജ് ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഉള്ളവർക്കും ഏകദേശം 42, ഇപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ അടുത്ത് വന്ന് പഠിക്കാൻ വന്ന ഒരു കുട്ടിയുടെ ഏജ് എന്ന് പറയുന്നത് 42 വയസ്സിന് മുകളിലേക്കായിരുന്നു. അപ്പം അങ്ങനെ ഏജ് ഒന്നും ഒരു ബാരിയർ ഒന്നും അല്ല ഈ സംഭവം പഠിക്കാനായിട്ട്, അല്ലേ? തീർച്ചയായിട്ടും. ഏകദേശം ഈ ഒരു കോഴ്സ് 3 മാസക്കാലം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ എന്തൊക്കെയായിരിക്കും കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നത്? നമ്മള് ഇപ്പം ഇവര് പഠിക്കേണ്ടത്, ഇപ്പൊ എന്റെ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിലും നമ്മൾ ആദ്യം കാണുന്ന കുട്ടികൾ എന്ന് പറയുന്നത് വെറുതെ പഠിച്ചു വരുന്ന സമയത്ത് അവർക്ക് ഒരു പ്രാക്ടിക്കൽ നോളജും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അതാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. തിയറി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. തിയറി പഠിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഈ ഒരു പ്രത്യേക മേഖല എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് ചെയ്ത് തന്നെ പഠിക്കണം. ഫേസ്ബുക്ക് വഴി എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, അത് ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ CC ക്യാമ്പസിൽ ഈ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അപ്പൊ ആ സ്റ്റുഡൻസിന് മിസ് എങ്ങനെയാണ് നമ്മൾ അവർക്ക് ഹാൻഡ്സ് ഓൺ, അവരൊരു ബിസിനസ് തുടങ്ങിയാൽ അവരെങ്ങനെ മാർക്കറ്റ് ചെയ്യും, അവരെങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യും, അവരെങ്ങനെ ആ ബിസിനസ്, ഇപ്പൊ ഒരു ബിസിനസ്സിന് ഒരു പേരിട്ടിട്ടുണ്ടോ, ആ ബിസിനസ്സിനെ അവരെങ്ങനെ സോഷ്യൽ മീഡിയ വഴി അവരെങ്ങനെ മാർക്കറ്റ് ചെയ്യും, എങ്ങനെ ഒരു പേജ് ഉണ്ടാക്കും, എങ്ങനെ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യും, ഇത് അവര് തന്നെ സ്വന്തം ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അതായത് ലൈവ് പ്രോജക്ട്സുകൾക്ക് ഇതിനൊരു പ്രാധാന്യമില്ല. അതെ, തീർച്ചയായും ലൈവ് പ്രൊജക്റ്റ് ആണ് അവർക്ക് കൊടുക്കുന്നത്. അതായത് നിങ്ങൾ ഇപ്പൊ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോഴും ഒരുപാട് കുട്ടികൾ, ഇപ്പൊ ഞങ്ങളുടെ കമ്പനിയിലായാലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞ് ഒരുപാട് കുട്ടികളെ ഡെയിലി ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നതാണ്. പക്ഷെ മിക്ക കുട്ടികളും റിജക്ട് ആകാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി പോർഷൻ മാത്രമായിരിക്കും അറിയുന്നത്. ഇതെന്താന്ന് വെച്ചാൽ ഈ ഗൂഗിളും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ ഡെയിലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം, വ്യത്യാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ പഠിച്ച കാര്യം ആയിരിക്കില്ല ചിലപ്പോ നമ്മൾ വർക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് കാണുക. അപ്പൊ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐഡിയ കിട്ടും, ഇതിന് റീപ്ലേസ് ആയിട്ട് ഇതാണ് വന്നിട്ടുള്ളത്, ക്ലിയർ ആയിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ അപ്ഡേറ്റ് ആകുക പ്രൊജക്ട്സിൽ തന്നെ. അതായത് ഇതിനകത്തൊരു തിയറി മാത്രമല്ല വേണ്ടത്, അതിനോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടെ മസ്റ്റ് ആണ്. അപ്പോൾ ഈ കോഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പറയുന്നത് എന്താണ്, ഇതിനൊരു പ്രായപരിധി ഒന്നുമില്ല, വനിതകൾക്ക് ഇത് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്, അല്ലെ? കാരണം എന്താന്ന് വെച്ചാൽ ഒരുപാട് സ്ട്രെസ് ഇല്ലാത്തൊരു ജോലിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാവുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ കൂടെയാണ്, അല്ലെങ്കിൽ ഗൂഗിൾ യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഗൂഗിളിൽ നമ്മുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യുക, അത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു മേഖലയാണ്. അപ്പൊ നമ്മുടെ ബിസിനസിനെ റാങ്ക് ചെയ്ത് നമ്മൾ ടോപ്പിൽ എത്തുമ്പോഴുള്ള ആ ഒരു ഇതില്ലേ, അത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതൊക്കെ നമുക്കൊരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന അതായത് നമുക്ക് ഫ്രീ ആയിട്ട് ഇരുന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ എന്തൊക്കെയാണ് ഈ കോഴ്സിന്റെ അഡ്വാൻറ്റേജ്, എങ്ങനെ കോഴ്സ് പഠിക്കണം. അപ്പൊ പുതിയ വീഡിയോസ് നമ്മൾ ഈ ഒരു സെക്ടറിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. പിന്നെ ഇവർക്ക് വേണമെങ്കിൽ ടീച്ചിങ്ങിലേക്ക് മാറാം. ഡിജിറ്റൽ അത് വളരെ വലിയ, അതെ, ഇപ്പൊ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ടീച്ചിങ് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും, അവർക്ക് ഈ മേഖലയിൽ നിന്ന് ടീച്ചർ ആകാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ടീച്ചിങ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ ഒരു കോഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിൽ കുറച്ച് നാൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന്റെ ടീച്ചിങ് ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ഇനിയുള്ള കാലഘട്ടങ്ങളിലാണെങ്കിലും ഈ കോഴ്സ് ജോലിക്ക് അല്ലെങ്കിലും കൂടി ഇത് അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ നടത്തുന്ന ചില ആഴ്ചകളിൽ ഓണ്ടർപ്രണേഴ്സിന് വേണ്ടിയൊക്കെ വർക്ക്ഷോപ്പുകൾ നടത്താറുണ്ട്. ആ വർക്ക്ഷോപ്പുകളിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് ചെറുതും വലുതുമായ ഓണ്ടർപ്രണേഴ്സ് പങ്കെടുക്കാറുണ്ട്. അവര് ആ ഒരു സാധനം, നമ്മൾ ചെറിയ ബിസിനസ് ആണെങ്കിലും വീട്ടിലിരുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക, അങ്ങനെയുള്ള ആശയങ്ങൾ ഉള്ളവർക്കും സത്യം പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിരിക്കണം. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്താ ചെയ്യേണ്ടത്? നമ്മളെ
കോൺടാക്ട് ചെയ്യാം. താഴെ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളൊരു ഗ്രൂപ്പാണ്, ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കോമ്പറ്റിറ്റീവ് ക്രാക്കറിന്റെ തന്നെയാണ് CC സൈബർ ക്യാമ്പസ്. CC സൈബർ ക്യാമ്പസ് കൊച്ചി കാക്കനാടാണ് ഉള്ളത്, ക്യാമ്പസ് ഉള്ളത്. ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും പഠിക്കാം. അപ്പൊ വീട്ടിലിരുന്നാണെങ്കിലും പഠിക്കേണ്ടവർക്ക് ഓൺലൈൻ ആയിട്ടും നമ്മൾ പഠിപ്പിക്കുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും ഇന്റേൺഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലൈവ് പ്രൊജക്റ്റില്, കോമ്പറ്റിറ്റീവ് ക്രാക്കറിന്റെ ലൈവ് പ്രൊജക്റ്റില്, സബ്സിഡറി കമ്പനീസിലെ ലൈവ് പ്രൊജക്റ്റിലാണ് എത്തപ്പെടുന്നത്. അത് തന്നെയാണ് ഏറ്റവും കാരണം നിറയെ പ്രോജക്ട്സുകൾ ഉള്ളതാണ് അല്ലെ. അപ്പം അങ്ങനെ എത്തുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കോഴ്സിനെ പറ്റി താഴെ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പുകളുടെ ലിങ്ക് കൊടുത്തിരിക്കാം, അതിൽ ജോയിൻ ചെയ്യുക. തീർച്ചയായിട്ടും നല്ല മികച്ച കുറെ അധ്യാപകർ, ഈ ഒരു മേഖലയിൽ നിന്നുള്ള മികച്ച അധ്യാപകർ CC സൈബർ ക്യാമ്പസിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇതേപോലുള്ള പുതിയ കോഴ്സുകളുമായി പരിചയപ്പെടുത്തി അടുത്ത ആഴ്ചയിലും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.